നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. എ സാമ്പിൾ പോൾ has conducted to know the preference of voters to two candidates X and Y in a region covering rural and urban areas. Following are the result of sample polls. അപ്പോൾ ഇവിടെ നമുക്ക് സാമ്പിൾസ് തന്നിക്കണം. വോട്ടേഴ്സ് ഏത് കാൻഡിഡേറ്റ്സിനാണ് വോട്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളത് റൂറൽ ഏർബൻ എന്നുള്ള കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്തിരിക്കണേ. അതേപോലെ വോട്ട് ചെയ്യുന്നത് എ ബി എന്ന് പറഞ്ഞ രണ്ട് കാൻഡിഡേറ്റ്സ് എന്നുള്ള രീതിയിലും ഡിനോട്ട് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് എക്സാമിൻ ചെയ്യേണ്ടത്, നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏരിയയും വോട്ടിംഗ് പ്രിഫറൻസും തമ്മിൽ എന്തെങ്കിലും ഒരു അസോസിയേഷൻ ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക. H0 such that area and voting preference are independent. Against the alternative hypothesis, area and voting preference are not independent. ആ ഒരു കേസിലാണ് അങ്ങനെയാണ് നമ്മൾ നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. റൂറലിന് കറസ്പോണ്ടിങ് ആയിട്ട് എ പറഞ്ഞ കാൻഡിഡേറ്റിന് 620, ബി എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് 380, ഏർബൺ ആകുമ്പോൾ 550യും 450യും അങ്ങനെയാണ് നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി തന്നിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യണം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്താണെന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്, rth ടോട്ടൽ ഓഫ് ith റോ ഇൻറ്റു ടോട്ടൽ ഓഫ് jth കോളം ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ ഫസ്റ്റ് വൺ E1ൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, 1000 ഇൻറ്റു 1170 ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത് 2000 ചെയ്താൽ നമുക്ക് E1ൻ്റെത് ഒബ്റ്റെയിൻ ചെയ്യും. ഇനി E2ൻ്റെതാണെങ്കിൽ ഗ്രാൻഡ് ടോട്ടൽ ഇൻറ്റു C2ൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ അങ്ങനെ ചെയ്താൽ നമുക്ക് E2ൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ E3 ആണ്. E3 എന്ന് പറയുമ്പോൾ 515 ആണ്. 515 വേണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ 450ക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത്, E1 എന്ന് പറയുന്നത് 1000 ഇൻറ്റു 1170 ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 585. സെക്കൻഡ് വൺ E2ൻ്റെത് എന്താ വരിക, 1000 ഇൻറ്റു 830 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 415. തേർഡ് വൺ E3 എന്നുള്ളത് എന്താ വരിക, 1000 ഇൻറ്റു 1170 ഡിവൈഡഡ് ബൈ 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 585. പിന്നെ എന്താ വരിക, 450ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് 1000 ഇൻറ്റു 830 ഇൻറ്റു 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 415. അങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കിട്ടി. ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് I2ൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുക, സമ്മേഷൻ OI മൈനസ് EI ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ EI. അപ്പോൾ നമ്മൾ ഈ ഓരോ OIയിൽ നിന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള EIs സബ്സ്ട്രാക്ട് ചെയ്യണം. 620 മൈനസ് 585 ഹോൾ സ്ക്വയർ ബൈ 585. പിന്നെ 380 മൈനസ് 415 ഡിവൈഡഡ് ബൈ 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 415. പിന്നെ 550 മൈനസ് 585 ഹോൾ സ്ക്വയർ ബൈ 585. പിന്നെ 450 മൈനസ് 415 ഡിവൈഡഡ് ബൈ 450 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 415. അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്താൽ നമുക്ക് I2ൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, 10.08 കിട്ടും. നെക്സ്റ്റ് നമ്മൾ ടേബിൾ വാല്യൂ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ടേബിൾ വാല്യൂ എന്താ വരാം, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 കണ്ടിജൻസി ടേബിൾ ആകുമ്പോൾ R-1 ഇൻറ്റു S-1ന് എന്ത് വരും, 2 - 1 ഇൻറ്റു 2 - 1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ I2 1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3.84 ആണ്. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് 10.08 എന്ന് പറയുന്നത് ടേബിൾ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണ്. അപ്പോൾ നമ്മൾ നൾ ഹൈപ്പോത്തസിസിനെ റിജക്റ്റ് ചെയ്യും. അതിനർത്ഥം ഏരിയയും വോട്ടിംഗ് പ്രിഫറൻസും തമ്മിൽ അസോസിയേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആ ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ എത്തുന്നത്.
നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഒരു 2x2 കണ്ടിൻജൻസി ടേബിൾ തന്നിക്കണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് ABCDE എന്നുള്ളതാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസീസ്, ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താണ്? chi-squareൻ്റെ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. chi-square is equal to A plus B plus C plus D into AD minus BC whole square by A plus B into CE plus D into B plus D into A plus C എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രൂഫിലേക്ക് പോകാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്കറിയാം chi-squareൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എന്താണ്? സമ്മേഷൻ OI മൈനസ് EI ഹോൾ സ്ക്വയർ ബൈ EI ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എന്തൊക്കെയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് എന്നുള്ളത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ വേണ്ടി നമുക്ക് അറിയാം, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ എന്ത് ചെയ്യണം? RIൻ്റെ ടോട്ടൽ ഇൻറ്റു CIൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെയും E1ൻ്റെയും E2ൻ്റെയും E3ൻ്റെയും E4ൻ്റെയും ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വണ്ണിൻ്റെ എന്ത് വരും? എന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ വരിക? A plus B ഇൻറ്റു A plus C by N. സെക്കൻഡ് വൺ ബീൻ്റെതാണെങ്കിൽ എന്ത് വരും? ബീൻ്റെതാണെങ്കിൽ A plus B ഇൻറ്റു B plus D ഡിവൈഡഡ് ബൈ N. പിന്നെ സീൻ്റെതാവുമ്പോഴോ C plus D ഇൻറ്റു A plus C ഡിവൈഡഡ് ബൈ N. ഡീൻ്റെതാവുമ്പോൾ C plus D ബൈ B plus D ഡിവൈഡഡ് ബൈ N. അങ്ങനെ നമുക്ക് E1, E2, E3, E4 ഒബ്റ്റെയിൻ ചെയ്ത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഈ ഓരോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൽ നിന്നും ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ നിന്നും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ നിന്നും ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് സബ്സ്ട്രാക്ട് ചെയ്ത് സ്ക്വയർ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ചെയ്യാം. അതാണ് നമ്മളെ chi-squareൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ആ chi-squareൻ്റെ വാല്യൂ ആണ് വരുന്നത് A മൈനസ് A plus B ഇൻറ്റു A plus C ഡിവൈഡഡ് ബൈ N ഹോൾ സ്ക്വയർ ബൈ A plus B into A plus C by N plus B minus A plus B into B plus D whole square by N divided by N whole square divided by A plus B into B plus D divided by N plus C minus C plus D into A plus C by N whole square divided by C plus D into A plus C by N plus D minus C plus D into B plus D by N whole square divided by C plus D into B plus D divided by N. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ എടുക്കുക. A മൈനസ് A plus B into A plus C by N whole square by A plus B into A plus C by N. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 by N into A into A plus B plus C plus D minus A plus B into A plus C ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ A plus B ഇൻറ്റു A plus C. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്കങ്ങനെ മാറ്റി എഴുതാൻ പറ്റും. അതിനെ നമുക്കൊന്നും കൂടിയും എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? 1 by N ഇൻറ്റു AD മൈനസ് BC ഹോൾ സ്ക്വയർ ബൈ A plus B ഇൻറ്റു A plus C എന്ന് എഴുതാം. അതേപോലെ ബാക്കിയുള്ള ടേംസ് എന്ന് പറയുന്നത് ബീൻ്റെ ടേമും സീൻ്റെ ടേമും ഡീൻ്റെ ടേമൊക്കെ നമുക്കിങ്ങനെ മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് പറയാം? കോമൺ ആയിട്ട് 1 by N ഉണ്ട് എന്നുള്ളത് പറയാം. ഈ 1 by അപ്പോൾ നമുക്ക് chi-squareൻ്റെ ടേമിനെ എങ്ങനെ മാറ്റി ചെയ്താൽ ഈ ടേംസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1, 2, 3, 4 ഈ 4 ടേംസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ chi-squareൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ 1 by Nനെ കോമൺ ആക്കിയെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് chi-squareൻ്റെ വാല്യൂ ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുക. എങ്ങനെയാണ്? 1 by N ഇൻറ്റു AD മൈനസ് BC ഹോൾ സ്ക്വയർ ബൈ A plus B into A plus C plus AD minus BC whole square by A plus B into B plus D plus AD minus BC whole square by C plus D into A plus B A plus C plus AD minus BC whole square by C plus D into B plus D. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഓരോ വാല്യൂസും നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കോമൺ ടേംസിനൊക്കെ എടുക്കുമ്പോൾ നമുക്ക് chi-squareൻ്റെ വാല്യൂ ആയിട്ട് A plus B plus C plus D into AD minus BC whole square by A plus B into C plus D into B plus D into A plus C എന്ന് കിട്ടും. ഹെൻസ് നമ്മൾ പ്രൂവ് ചെയ്ത് 2 into 2 കണ്ടിൻജൻസി ടേബിളിൻ്റെ chi-square സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് chi-square is equal to A plus B plus C plus D into AD minus BC whole square by A plus B into C plus D into B plus C into B plus D into A plus C ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് യേറ്റ്സ് കറക്ഷൻ എന്താണെന്നുള്ളതും പിന്നെ ഒരു 2-3 പ്രോബ്ലംസും കൂടി chi-square ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസിൽ ഡിസ്കസ് ചെയ്യാം.